നെക്സ്റ്റ് ടോപ്പിക് ഡേറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. എന്താണ് ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏതെല്ലാം തരത്തിൽ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് 3 തരത്തിലാണ് ഡേറ്റ കൊടുക്കാൻ സാധിക്കുന്നത്. അതിലാദ്യം വരുന്നത് നമ്പർ എന്ന് പറയുന്നു. നമ്പർ എന്ന് പറയുമ്പോൾ എല്ലാത്തരം പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സിനെയും നമുക്ക് കൊടുക്കാം. അതേപോലെ സ്ട്രിങ് ആണ് അടുത്തത്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൂട്ടം ലെറ്റേഴ്സ്, അതുപോലെ ലെറ്റേഴ്സിൻ്റെ ഇടയിൽ നമ്പേഴ്സോ അല്ലെങ്കിൽ സിംബൽസോ എന്ത് വേണമെങ്കിലും വരാം, അതിനെ നമ്മൾ ഡബിൾ കോഡ്സിനകത്താണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബൂളിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ്. നമ്മൾ എന്തെങ്കിലും തരത്തിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡേറ്റ ട്രൂ ഓർ ഫോൾസ് ആയിട്ട് കാണിക്കേണ്ടി വരികയാണെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബൂളിയൻ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്. അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ എത്ര തരം ഡാറ്റ ടൈപ്പുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ ഡാറ്റ ടൈപ്പുകളാണ് നമുക്ക് അവിടെ ഉള്ളത് അതനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ സ്റ്റോറേജ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് നമ്പറുകളെല്ലാം കൊടുക്കാം. അപ്പോൾ അതിന് നമ്മളിവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെസിമൽ ഉള്ളത് കൊടുക്കാം, ഹോൾ നമ്പേഴ്സ് കൊടുക്കാം. പിന്നെ സ്ട്രിങ് ആണെങ്കിൽ നമുക്കിപ്പോൾ സ്കൂൾ, അതുപോലെ അതല്ലെങ്കിൽ 1 2 3 ഏജ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ നമ്പേഴ്സും അതുപോലെ സിംബൽസ് അതുപോലെ തന്നെ ലെറ്റേഴ്സ് കോമ്പിനേഷൻസ് ആയിട്ടൊക്കെ കൊടുക്കാം. പക്ഷെ ഡബിൾ കോഡ്സിലാണ് കൊടുക്കേണ്ടത്. പിന്നെ ട്രൂ ഓർ ഫോൾസ്, നമുക്ക് എപ്പോഴെങ്കിലും ട്രൂ ഓർ ഫോൾസ് സ്റ്റോർ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ട്രൂ ഓർ ഫോൾസും നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജാവാസ്ക്രിപ്റ്റ് ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിൽ വേരിയബിൾസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വേരിയബിൾ അതുപോലെ തന്നെ പിന്നീട് ഉപയോഗിക്കാൻ ശ്രമിക്കണം. അതല്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ നമുക്ക് എറർ ആയിട്ട് മാറും. അത് കാരണം നമ്മൾ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുന്ന അതേ വേർഡ് തന്നെ സ്മോൾ ലെറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് രണ്ടും ഒന്നല്ലേ. അങ്ങനെയല്ല, ഇവിടെ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇത് രണ്ടായിട്ട് തന്നെയാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കും. നെക്സ്റ്റ് ടോപ്പിക് വേരിയബിൾസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. നമുക്ക് എത്ര വേരിയബിൾസ് വേണമെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഡേറ്റ ടൈപ്സ് ആണ് പഠിച്ചത്. ഇനി വേരിയബിൾസ്. ഈ വേരിയബിൾസ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഒരു പ്രോഗ്രാമിലൂടെ എത്ര വാല്യൂസ് വേണോ അത്രയും വാല്യൂസ് നമുക്കിവിടെ സ്റ്റോർ ചെയ്യാം. അതിനുശേഷം ആ വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യിച്ചിട്ട് നമുക്ക് അതിലൂടെ അതിൻ്റെ ഔട്ട്പുട്ട് പ്രിൻ്റ് ആക്കാനായിട്ട് സാധിക്കുന്നു. നമുക്ക് വേരിയബിൾസ് എപ്പോഴും കൊടുക്കുമ്പോൾ ആദ്യം var എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. var ഒരു കീവേഡാണ്. അപ്പോൾ var x, y എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ വൈ എന്ന് പറയുന്നതിലും ഒരു സാധനം സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ വൈയും എക്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓരോ മെമ്മറി ലൊക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഈ മെമ്മറി ലൊക്കേഷൻ്റെ അകത്തേക്കാണ് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യിക്കുന്നത്. ഇനി അതിനുശേഷം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സിൽ 25 സ്റ്റോർ ചെയ്തത്. അതുകൊണ്ട് തന്നെ എക്സിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ ആയിട്ട് മാറുന്നു. അതുപോലെ വൈയിൽ സ്റ്റോർ ചെയ്തത് ഡബിൾ കോഡ്സിൽ ഇന്ത്യ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സ്ട്രിങ് ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ ആ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എന്താണ് വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യുന്നത് അതനുസരിച്ച് അതിൻ്റെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ എങ്ങനെയാണിത് കാണിക്കണേ നോക്കാം. HTML ഹെഡ്, ടൈറ്റിൽ, അതേമാതിരി ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി എടുത്തു. ആ ബോഡിയുടെ അകത്ത് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് വെക്കുക. ഇനി നമുക്ക് എത്രത്തോളം വേരിയബിൾസ് വേണമോ അത്രത്തോളം വേരിയബിൾസിനെ ഉപയോഗിക്കാം. var a b c d e f ഇങ്ങനെ നമുക്ക് എത്ര വേരിയബിൾസ് വേണമെങ്കിലും കാണിക്കാം. എന്നിട്ട് a = 25, b = 18.5, c = India, d = true, e = ഡബിൾ കോഡ്സിൽ ട്രൂ. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമുക്കിനി പ്രിന്റ് ചെയ്യുമ്പോൾ document.writeൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് A is അല്ലെങ്കിൽ B is അല്ലെങ്കിൽ C is എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്പ്ലേയിൽ കാണിക്കാം. അതിനുശേഷം document.writeൽ ടൈപ്പ് ഓഫ് എ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ബി, ടൈപ്പ് ഓഫ് സി, ടൈപ്പ് ഓഫ് ഡി എന്നിങ്ങനെ നമുക്ക് പ്രിൻ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് ഏത് തരം ഡാറ്റയാണ്, അതായത് നമ്പറാണോ അല്ലെങ്കിൽ സ്ട്രിങ് ആയിട്ടാണോ സ്റ്റോർ ചെയ്തത്, അതുമല്ലെങ്കിൽ ബൂളിയൻ ആയിട്ടാണോ സ്റ്റോർ ചെയ്തത് എന്നിങ്ങനെ നമുക്ക് അത് തരം തിരിച്ച് കാണിച്ചു തരും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഓരോ ഡാറ്റകളും നമ്മൾ
അപ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളതിൽ എയും ബിയും ആണെങ്കിൽ നമ്പേഴ്സാണ്, സിയും അതുപോലെ ഇയും ഡബിൾ കോഡ്സ് ആയതുകൊണ്ട് സ്ട്രിങ് ആണ്, ഡിയിൽ മാത്രം നമുക്ക് ട്രൂ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ നമുക്ക് വ്യത്യസ്തമായ ഡേറ്റ ടൈപ്പുകളെ തിരിച്ചറിയാൻ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ എത്ര വേരിയബിൾസ് വേണോ അത്രയും വേരിയബിൾസിനെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് എയുടെയും ബിയുടെയും മാത്രമേ പ്രിന്റിങ് കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് താഴെ സി ഡി ഇ ഇതെല്ലാം നമുക്ക് പ്രിന്റ് ചെയ്യാം. അതെല്ലാം നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതനുസരിച്ചൊരു റിസൾട്ട് അവിടെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏത് ഡാറ്റ ടൈപ്പ് ആണെന്ന് തിരിച്ചറിയാനായിട്ട് എളുപ്പമാവുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ഡാറ്റ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം.